മുത്തുമണി സാർ അങ്ങനെ ഇന്നും നമ്മൾ ഒരു വീടിൻ്റെ താക്കോൽദാനം ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കുന്നതാ ഈ കാണുന്ന വീട്. ആ വീടിൻ്റെ ഉടമസ്ഥന് നമ്മൾ ഇന്ന് കൈമാറാൻ വേണ്ടി പോവാണ്. ഓക്കെ, 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു വീട് നമ്മൾ കൈമാറിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടോട്ടി ചെങ്ങാനി. നിങ്ങളെല്ലാവരും അന്ന് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടാണ് അന്ന് നമ്മളത് ചെയ്തത്. മുത്തുമണി സാർ, നമ്മളെ ചാനൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന 20 രൂപ ചലഞ്ച് വീടിൻ്റെ താക്കോൽദാനാണെന്ന്. ഇന്ന് നമ്മൾ ആ വീടിൻ്റെ ഉടമസ്ഥന് ആ വീട് കൈമാറാൻ വേണ്ടി പോവാണ്. സെലിബ്രിറ്റികളൊന്നുമില്ല, ഇദ്ദേഹം തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കും. നിങ്ങൾ കൊടുക്കുന്നത് പോലെ അത് കൊടുത്താൽ ഇങ്ങോട്ട് പോകുന്ന ഞാൻ വരൂല. അതിനുശേഷം ഈ 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മഞ്ചേരി നമ്മളൊരു വീട് കൈമാറാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് സ്റ്റേജോ പ്രോഗ്രാമോ സെലിബ്രിറ്റീസോ ആർഭാടോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ കൊടുക്കുന്നു, നമ്മൾ പോകുന്ന അത്രേ ഉള്ളൂ. 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരുടെ ഈ വീഡിയോ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അവരെ ഫേസൊന്നും കാണിച്ചിട്ടില്ല, അവരാ ഒരു സാഹചര്യം ഒന്നും കാണിച്ചിട്ടില്ല. ആ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു. വളരെ ദയനീയ അവസ്ഥയിൽ ഒരു പ്രതീക്ഷയില്ലാത്ത കരഞ്ഞ് കണ്ണ് കലങ്ങിയ ഒരു എന്താ പറയുക വളരെ ക്ഷീണിച്ചൊരവസ്ഥയിലുള്ള ഒരു ഫാമിലി ആയിരുന്നു അവർ. ഇന്നിപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് മുഖത്ത് നല്ല തെളിച്ചം വെളിച്ചം കണ്ണിൽ പ്രകാശം എന്തൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അത്രയും ഹാപ്പി ആയിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇരിക്കാൻ കാരണം ഞാനൊന്നുമല്ല, നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ്, നമ്മളെ വീഡിയോ കാണുന്ന ഓരോരുത്തരുമാണ് ഇതിന് ഉത്തരവാദി. കാരണം നിങ്ങൾ വീഡിയോ കാണാനുള്ളത് കൊണ്ടാണ് ഞാനുണ്ടാവുന്നത്, അതുകൊണ്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നോ അവർക്കെല്ലാവർക്കും അഭിമാനിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ അർഹതപ്പെട്ടവരാണ്, ഇതിന് ഉത്തരവാദിയാണ്. ഈ ഒരു വീട് ഇവിടെ ഉണ്ടാവാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതിൻ്റെ വാതിൽ, ജനവാതിൽ, ഇതൊക്കെ നമ്മളെ ദുബായിലുള്ള ഫ്ലൈസിയാനാറിൻ്റെ ട്രാവൽസും അതേപോലെ നമ്മളെ കൊണ്ടോട്ടി കുന്നുംപുറം റോട്ടിൽ കരുവാങ്കലിലുള്ള എംപയർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയും അവർ ഒക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക ഈ ടൈൽസ് ഡോറും ജനൽവാതിലൊക്കെ തന്നത്. അതേപോലെ ഒരുപാടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ഈ വീടൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. പണി 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുള്ള അപ്പോത്തിനതായി ഫ്ലവറൊക്കെ വലുതായിട്ട് ചെടിയൊക്കെ വലുതായിട്ട് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. വല്ലാത്ത ജാതി പരിപാടിയായിരുന്നു. ഓക്കെ, അടിപൊളിയാണ്. ഞാൻ കംപ്ലീറ്റ് കാണിച്ചു തരാം, ഓരോ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ സ്ട്രക്ചർ കേട്ടോ. ഇതാണ് ലുക്ക്. ഈ ഒരു ലുക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ ഇവരെ ഇങ്ങനെ ഒരു ചെറിയ തറ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അവർക്ക് വീട്ടിൽ സ്ഥലം കുറവായതുകൊണ്ട്, ഫാമിലിയിൽ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇനി ഒരു കിച്ചൺ പുറത്തേക്ക് ഉണ്ടാക്കിയിട്ട് അടുപ്പ് അങ്ങോട്ട് മാക്കിയിട്ട് ആ പഴയ കിച്ചൺ റൂമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കണ്ടോളി. നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയ വീടാണിത്. ഞാൻ ജസ്റ്റ് ഒരു മീഡിയേറ്റർ മാത്രമാണ്. നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ. ഫ്ലോറിംഗ് ഒക്കെ കണ്ടില്ലേ, അടിപൊളിയാക്കണേ. ഇതാണ് വീട്. 2 റൂമാണ്. ഇത് കിച്ചണാണ്. ഓക്കെ, ഈ സ്റ്റെയർ കേസിന് ഹാൻഡിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇത് കിച്ചണാണ്. ഇത് പിന്നെ അങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇതിൽ പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത്, ഹൗസ് വാമിങ് നമ്മളിപ്പോൾ നടത്തുന്നില്ല. ഹൗസ് വാമിങ് അവരവരെ സൗകര്യത്തിന് എപ്പോഴാന്ന് വെച്ചാൽ അവർ നടത്തിക്കോട്ടെ. ഓക്കെ, ഇതിലേക്ക് ഇതിപ്പോൾ റൂം വെച്ചു കൊടുക്കേ. ഈ റൂം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞു പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി കുട്ടപ്പനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കട്ടിലില്ല, അളമാര ഇല്ല, എന്താ പറയുക ഡൈനിങ് ടേബിൾ ഇല്ല, ഒന്നുമില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ 2 റൂമും ഒരു കിച്ചണും ഫുള്ള് കാലിയാണ്. 2 റൂമും ഒരു കിച്ചണാണ് ഇവിടെ ഉള്ളത്. പക്ഷേ വീട് ഉള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൗസ് വാമിങ്ങിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് ഇവർക്ക് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ. എനിക്ക് ഇൻബോക്സിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ ഇൻസ്റ്റഗ്രാമിലോ മെസ്സഞ്ചറിലോ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഞാനിപ്പം ഇങ്ങനെ ഇവർക്ക് വീട് കൈമാറാൻ വേണ്ടി പോവാണ്. എൻ്റെ ദൗത്യം ഇവിടെ ഞാൻ പൂർത്തീകരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഐ റിപ്പീറ്റ്, റൂമും ഹാളും എല്ലാം കാലിയാണ്. വീട് നല്ല അടിപൊളിയായി സെറ്റാക്കിയിട്ടുണ്ട്. ഹൗസ് വാമിങ് നടത്തുമ്പം ഞാൻ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ, അത് നമ്മളതിനായിട്ട് പോയി വാങ്ങിക്കൊണ്ട് അല്ല. അപ്പോൾ ഇവരെ ഫാമിലി തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിന് ഇത് നിൽക്കണ്ടല്ലോ. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ റെഡിയാണ്, നമ്മൾ കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു തന്നോളി, ഒരു പ്രശ്നമില്ല, ഹാപ്പിയാണ്. ഓക്കെ, എന്നാൽ കൊടുക്കില്ലേ, ചായ എടുത്ത് നമ്മളെ പാട്ടിന് പോകില്ലേ. പിന്നെ തുണീസേ, ഇന്നും കൂടെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ തറവാട്ടിൽ. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇനി ഇവിടെ കയറി ഇരിക്കാൻ പറ്റൂല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞ്. അപ്പോളേ
ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് നമ്മളെ അക്കൗണ്ടിലേക്ക് വന്ന് 2,87,000 രൂപ, 80 ചില്ലറ രൂപയാണ്, 2,80,000 ചില്ലറ രൂപ. പിന്നെ അതേപോലെ ഒരു പാലക്കാടുള്ള ഒരാൾ ഇതിലേക്ക് ഈ വീടിന് വേണ്ട കല്ല് കംപ്ലീറ്റ് സ്പോൺസർ ചെയ്ത്, അതേപോലെ പാലക്കാടുള്ള വേറൊരാൾ 1 ലക്ഷം രൂപ സ്പോൺസർ ചെയ്ത്, അതേപോലെ നമുക്ക് എടുത്തു പറയേണ്ടതൊക്കെയുണ്ടെങ്കിൽ ഈ ഫെർടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് 1,14,000-15,000 രൂപയുടെ പിന്നെ ജനൽവാതിലും അതേപോലെ ഈ കട്ടിലും ഒക്കെയാണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ നല്ല വീതിയുള്ള നല്ല അടിപൊളി കട്ടിലാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു പെരക്ക് ജനൽവാതിലും കട്ടിലും വാങ്ങാൻ 10,80,000 രൂപ മതി. പക്ഷേ ഇവർ തന്നിട്ടുള്ള സാധനമൊക്കെ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയും സൈസുള്ള സാധനം ആയതുകൊണ്ട് അത്രയും എമൗണ്ട് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് എടുത്തു പറയേണ്ടത് AKC അല്ലേ, കുന്നുംപുറത്തുള്ള AKC ഇലക്ട്രിക്കൽസ് ഞങ്ങളുടെ നാട്ടിലുള്ള അവരാണ് ഇതിലേക്ക് വേണ്ട കംപ്ലീറ്റ് വയറിങ്ങും ക്ലോസറ്റും വാഷ് ബേസിനും കംപ്ലീറ്റ് അപ്രോക്സിമേറ്റ്ലി 50,000-60,000 രൂപയുടെ പിന്നെ പ്രൊഡക്റ്റ് നമുക്ക് തന്നത് AKC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതേപോലെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പിന്നെ വേണ്ട പെയിൻറ്റ് തന്നത് മുക്കത്തുള്ളൊരു പെയിൻറ്റിങ് ഷോപ്പാണ്, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതേപോലെ എന്താ പറയുക, ഇതിലേക്ക് റജുബായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂരിലുള്ള, നമ്മളൊരു ഫോളോവറാണ്. പിന്നെ ഫ്രണ്ടൊന്നുമല്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല മൂപ്പര അപ്രോക്സിമേറ്റ്ലി അപ്പിളൊക്കെ ആയിട്ട് 1 ലക്ഷം രൂപയോളം ഇതിലേക്ക് നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ പിരിവ് നമുക്ക് കിട്ടിയത് വെറും 2,80,000 രൂപയാണ്. ബാക്കി കംപ്ലീറ്റ് പ്രൊമോഷനാണ്. ഈ റജുബായിൻ്റെ പൈസ മാറ്റി വെച്ചുള്ള ബാക്കി കംപ്ലീറ്റ് പ്രൊമോഷനാണ്, എല്ലാം പ്രൊമോഷൻ ചെയ്ത് ഉണ്ടാക്കിയ പേരാണിത്. അങ്ങനെ ഒരുപാട് ഒരു കൂട്ടം സുഹൃത്തുക്കൾ നമ്മളെ സഹായിച്ചുകൊണ്ടാണ് ഈ വീടായത്. അല്ലാതെ ഞാനല്ല ഇതിന് ഉത്തരവാദി, നിങ്ങൾ ഓരോരുത്തരാണ്. ഇങ്ങ് വീഡിയോ കാണുന്ന എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇതിൽ അല്ലറ ചില്ലറ സിമെൻറ്റ് 10 ചാക്ക് 20 ചാക്ക് സ്പോൺസർ ചെയ്ത ആളുകളുണ്ട്. ഒരു സോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുണ്ട് ഇറ്റലിയിലുള്ള, അവർ ഇതേപോലെ എന്തൊക്കെയോ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു സിമെൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് ഞാൻ ഏതായാലും മെയിനായിട്ട് വലിയ എമൗണ്ട് ചെയ്ത ആളുകളെയാണ് ഇപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇനി ആരെയും വിട്ടുക്കണോ എനിക്കറിയാം, വിട്ടുക്കണേ ഞാൻ സോറി. നമ്മൾ പലത്തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, എല്ലാവരും കുറേശ്ശെ തന്നിട്ടാണ് ഇത് ഇത്രയും വലിയൊരു വീടായി മാറിയത്. ഓക്കെ, അപ്പം ഞാൻ ആരെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ സോറി. നമ്മളെല്ലാവരും കൂടി, ഞാൻ ജസ്റ്റ് ഒരു മീഡിയേറ്ററാണ്, ഞാനൊന്നുമല്ല, നിങ്ങളാണ് ഇതിൽ മെയിൻ താരങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ചാവിന് കൊടുക്കില്ലേ, ചായ കൊടുത്തിട്ട് നമ്മൾ പാട്ടിന് പോകണേ. ഓലാണ് ഹാപ്പി ആവട്ടെന്നേ. അപ്പോൾ തോണിച്ചാ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, ഇരുട്ടൊക്കെ തന്നെയാണ്. പക്ഷേ എന്തായാലും നമ്മൾ ഈ താക്കോൽദാനം ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഇവരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ സങ്കടങ്ങളോ അവരെ കണ്ണീരോ അവരെ മുഖമോ നിങ്ങളെ വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളെ കാണിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ കാണിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നത് ഇത് ഈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ചാവി നമ്മൾ പോലെയല്ല പിടിച്ചാൽ കൊണ്ടേ കൊടുത്താൽ ഓക്കെ ഫുള്ളയിലാണ് ഞാൻ പോലെ. കാരണം നിങ്ങൾക്കറിയാലോ, ഐ കാൺ ഹാൻഡിൽ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, ഇമോഷണൽ സിറ്റുവേഷൻ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം അവർക്ക് ചാവി നമ്മൾ കൊടുത്തു, ഫുള്ളയിൽ കൊടുക്കുന്നു. ഞാൻ അവരോട് അന്ന് പോയിട്ട് നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് നിങ്ങളെ മുന്നിൽ കണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് വാക്ക് കൊടുത്തു. നമ്മളിപ്പോൾ ആ ചാവി അവർക്ക് കൊടുക്കുന്നു. ചെറിയ കുട്ടികളാണ്, നാളെ പുറത്തിറങ്ങേണ്ട ആളുകളാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അവരെ കാണിച്ചിട്ട് അവരെ ഇമോഷൻസ്, അവരെ സങ്കടങ്ങൾ, അവരെ സന്തോഷങ്ങളൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഇനി അതുകൊണ്ട് ഭാവിയിലൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവരെ കാണിക്കാത്തത്. ചിലപ്പോൾ ഒരുപാട് ആളുകൾ അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും. അവരോട് എൻ്റെ ഒരു രീതി അങ്ങനല്ല. ഐ എം വെരി സോറി. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ചാവി കൊടുക്കൽ ചടങ്ങ്. സെലിബ്രിറ്റികളില്ല, ആഘോഷങ്ങളില്ല, ഫ്ലെക്സുകളില്ല, സ്റ്റേജുകളില്ല, പ്രസംഗങ്ങളില്ല, ഒന്നുമില്ല. നമ്മൾ ഇതിപ്പോൾ ആരാണ് പിന്നെ നമ്മളെ രീതിയിൽ കുടിയിരിക്കൽ കഴിഞ്ഞു. ഇനി ഒരു ഫംഗ്ഷൻ വെക്കുമായിരിക്കും. നമുക്ക് ബോധിപ്പിക്കേണ്ടത് നമ്മൾ വീഡിയോ കാണുന്നത് നിങ്ങളാണ്. നിങ്ങളെ നമ്മൾ ബോധിപ്പിച്ചു, അത്രേ ഉള്ളൂ. അതിന് അങ്ങേപ്പുറത്തേക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത്രയൊക്കെ മതിയെന്ന്, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്മാരെ കാര്യം, ഇത്രയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.